നമ്മൾ മാത്രമല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടിയും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് അങ്ങോട്ട് പോകുന്നതിനുള്ള വഴി. കുറച്ച് ഓഫ് റോഡായിട്ട് ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ഓഫ് റോഡാണെങ്കിലും ഇപ്പോൾ വണ്ടികളൊക്കെ പോയിട്ട് നല്ല റോഡായിട്ടുണ്ട്. രാത്രി ഈ റോഡ് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് പകൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കുറച്ച് ദൂരം നമ്മൾ ഓഫ് റോഡ് ഉള്ളിലേക്ക് പോകണം, എന്നാലാണ് അവിടെ എത്തുള്ളൂ. അങ്ങനെ നമ്മൾ ധാക്കിറ മാംഗ്രോവ് ഫോറസ്റ്റിലേക്ക് എത്തി. ഈ കാണുന്നതാണ് ബീച്ച്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ കാണാം. ബീച്ചാണെങ്കിൽ നല്ല മണലാണ്, ചെളിയൊന്നുമില്ല, നല്ല ക്ലിയർ വാട്ടറാണ്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ ഇറങ്ങാനായാലും അധികം ആഴമില്ല, വേവ്സും ഇല്ലാത്ത സ്ഥലമാണ്. ഇതാണ് മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കുമ്പോഴുള്ള കാണുന്ന കാഴ്ച. അവിടെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ വൈകുന്നേരം നമ്മൾ നമ്മുടെ ടെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ രണ്ട് ഫാമിലിയും 2 ടെൻറ്റ് ഉണ്ടാക്കുവാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ക്യാമ്പിങ്ങിന് പോകുന്നത്. നമ്മുടെ 2 ഫാമിലിയിലും കുഞ്ഞാവന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ടെൻറ്റ് നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. നമ്മൾ മുറുക്കി പിടിച്ചില്ലെങ്കിൽ ടെൻറ്റ് പറന്നു പോകുന്ന അത്ര തരത്തിലുള്ള കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ ടെൻറ്റ് നന്നായിട്ട് ഉറച്ച് നിൽക്കാനായിട്ട്, കാറ്റ് പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് 4 കമ്പി കിട്ടും അതിൻ്റെ കൂടെ. അത് 4 സൈഡിൽ നമ്മൾ വലിച്ച് കുറ്റിയടിച്ച് വെക്കണം. അങ്ങനെ നമ്മൾ 2 ടെൻറ്റും 4 സൈഡും ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ 2 കൂട്ടരുടെയും ടെൻറ്റ്. ഇപ്പോൾ ടെൻറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ വിരിയും കാര്യങ്ങളൊക്കെ വിരിച്ച് ഏകദേശം റെഡിയാക്കി. ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 4 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന സ്പേസ് ഉണ്ട്. ഇതാണ് അപ്പുറത്തെ ടെൻറ്റ്. അവരും എല്ലാം സെറ്റപ്പ് ചെയ്തു. ഈ സമയത്ത് നല്ല തണുപ്പാണ്, അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിനി ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടിയിട്ട് ചാർക്കോളൊക്കെ കത്തിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ അപ്പുറത്ത് കുറേ ആൾക്കാർ ടെൻ്റ് അടിച്ച് ഇതുപോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നല്ല തണുപ്പുണ്ട്. ഏകദേശം 12 മണി 1 മണിയൊക്കെ ആയി ഈ സമയം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ കഴിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരം വെളുത്തു. സൂര്യനൊക്കെ അങ്ങോട്ട് മുകളിലെത്തി. നമ്മൾ സൺറൈസൊക്കെ കാണാമെന്നുള്ള രീതിയിലൊക്കെയാണ് കിടന്നത്. പക്ഷെ എല്ലാവരും എണീറ്റപ്പോൾ തന്നെ 7-7:30 ആയി. രാത്രി കിടന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നല്ലോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ബീച്ചും നല്ലൊരു റിഫ്രഷിങ് എൻവയോൺമെൻ്റാണ്. വെട്ടമുള്ളപ്പോൾ നമ്മുടെ ടെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കൂട്ടരുടെയും ടെൻറ്റ്. ക്യാമ്പിങ്ങിന് വന്ന ബാക്കി എല്ലാവരും ടെൻറ്റൊക്കെ എടുത്തു വെച്ച് പോയി. നമ്മുടെ 2 പേരുടെയും ടെൻറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ക്യാമ്പിങ്ങിന് വന്നവരൊക്കെ പോയി. ഇപ്പോൾ വന്നേക്കുന്നതൊക്കെ രാവിലെ വന്നേക്കുന്നതാണ്. ഒത്തിരി പേര് ഫിഷിനെ പിടിക്കാനായിട്ട് ഫിഷിംഗ് റോഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ചായയും ഉള്ള കുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ക്യാമ്പിങ്ങിന് നമ്മൾ പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റീസാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ ഒരു പമ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റും. നമ്മുടെ 2 പേരുടെയും വീട് ഇവിടെ അടുത്താണ്. ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പം നമ്മൾ അവിടെ പോയി ഫ്രഷായിട്ട് വന്നപ്പോഴാണ് നമുക്ക് അടുത്തൊരു വലിയൊരു പണി കിട്ടിയത്. കാരണം നല്ല കാറ്റായിരുന്നു. അപ്പോൾ 2 ടെൻറ്റും നന്നായിട്ട് കാറ്റ് പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന്
ചുരുക്കി എടുത്തു വയ്ക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, കാരണം എല്ലാവരും രാവിലെ തന്നെ ടെൻറ്റ് മടക്കി വെച്ച് പോയത് ഈ കാറ്റുള്ളതുകൊണ്ടാണ്. കുട്ടികളൊക്കെ ഇവിടെ നല്ല കളി തുടങ്ങി. ടെൻ്റ് അങ്ങോട്ട് മാറ്റി പിന്നെ സെറ്റപ്പ് ചെയ്തു. മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലാവുമ്പോൾ അത്ര കാറ്റ് പിടിക്കില്ല. നമ്മൾ പിന്നെ അവിടെ വണ്ടിമേലേക്ക് ഒരു വയറെടുത്ത് കെട്ടുകയും ചെയ്തു. അപ്പോൾ കുറച്ചുകൂടിയും സ്ട്രോങ് ആയിട്ട് നിന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നു റൂമിലേക്ക് പോയപ്പോൾ. എല്ലാവരും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങി. വേറെ ആൾക്കാരുണ്ട് കേട്ടോ, നീന്താനും മീൻ പിടിക്കാനും ഒക്കെ. ഒരുപാട് പേര് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ സൈഡിൽ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കൂട്ടിയിട്ട് പിന്നെയും ക്യാമ്പ് ഫയർ പോലെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഓൾമോസ്റ്റ് കുക്കായി വരുന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ആവുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ടൈം ഇപ്പോൾ 9 മണിയായി. നമ്മൾ തേഴ്സ്ഡേ ഈവനിങ് വന്നതാണ്. ഫ്രൈഡേ നൈറ്റായി. ഒരു കംപ്ലീറ്റ് നൈറ്റ് ആൻഡ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നൂഡിൽസ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. നാളെ എല്ലാവർക്കും ഓഫീസുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. കാരണം ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് കയറിയിട്ട് നമ്മൾ പോയി ടെൻറ്റ് വാങ്ങിച്ച് ക്യാമ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നമ്മുടെ 2 പേരുടെ ഫാമിലിയിലും 1 വയസ്സും 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ തണുപ്പുണ്ടായിരുന്നു. എങ്കിലും ഇനിയും ക്യാമ്പിങ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. ബൈ.